ഒരു വടക്കൻ വീരഗാഥയിലേക്ക് പോയി അതിലെ ഹിറ്റ് ഗാനങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ശ്രീ ബോംബെ രവി അല്ലേ അത് സംവിധാനം ചെയ്തത്. ആ കളരി വിളക്ക് തെളിഞ്ഞതാണോ? തീർച്ചയായും വടക്കൻ പാട്ടിൻ്റെ തനിമയാർന്ന ഒരു ഈണപദ്ധതിയും ഒരു കൽപ്പനാ പദ്ധതിയും സമം ചേർന്നതിൻ്റെ ഒരു നല്ല സൃഷ്ടിയാണ് ആ പാട്ട്. ഒരു പക്ഷേ മലയാള ചലച്ചിത്ര ഗാന ചരിത്രത്തിൽ സുഭഗ പുരുഷ സൗന്ദര്യത്തെ ഇത്രയും ശില്പചാതുരിയോടുകൂടി മറ്റു പലരും പകർത്തിയതായി തോന്നുന്നില്ല. പുരുഷ സൗന്ദര്യം വർണ്ണിക്കാൻ ബുദ്ധിമുട്ടാണ്. അതെ, അതാണ് പറയാൻ കാരണം. എന്താണ് അതിന് അവലംബിച്ച ഒരു? എനിക്ക് തോന്നുന്നു ഇത്തരത്തിലുള്ള സന്ദർഭങ്ങളിലൊക്കെ നമ്മൾ ആ കഥാപാത്രവുമായിട്ട് തന്മയീഭവിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. എന്ന് കേൾക്കുമ്പോൾ ഒന്ന് ചോദിച്ചോട്ടെ സാർ, അതായത് ആണും പെണ്ണുമാവാം, നമുക്ക് ആണും പെണ്ണുമാവാം. ഏതായാലും കവിതയിൽ നിന്ന് ഗാനത്തിലേക്ക്, ഗാനത്തിൽ നിന്ന് കൈവല്യത്തിലേക്ക് അതിൻ്റെ വഴി തീർച്ചയായും അങ്ങനെയായിരിക്കും സങ്കല്പിക്കുന്നത്. സന്താപ വൃക്ഷച്ചുവട്ടിൽ അങ്ങ് ബോധോദയത്തിന് വേണ്ടി കാത്തിരിക്കുകയാണെന്ന് തോന്നുന്നില്ല. മറിച്ച് ദുഃഖത്തെ അറിഞ്ഞുകൊണ്ടുള്ള ഒരു കൈവല്യം തന്നെ അങ്ങ് ഒരു പക്ഷേ ലക്ഷ്യം വെക്കുകയായിരിക്കാം. ഇതിനിടയിൽ വരുന്ന ദിവസങ്ങളിൽ അങ്ങ് റിട്ടയർ ചെയ്യുന്നു, ചീഫ് സെക്രട്ടറിയായി. ഇനിയങ്ങോട്ടുള്ള ജീവിത സ്ഥലികളെക്കുറിച്ച് എന്തെങ്കിലും ധാരണകൾ ഇപ്പോൾ മനസ്സിൽ? 34.5 വർഷത്തെ സർവീസിന് ശേഷം IAS നിന്ന് റിട്ടയർ ചെയ്യുമ്പോൾ പണ്ട് ഞാൻ പ്രതീക്ഷിച്ചിരുന്നത് അത് വലിയ ബുദ്ധിമുട്ടായിരിക്കില്ലേ, നമ്മൾ പരിചയിച്ച ഒരു ജീവിത ശൈലിയിൽ നിന്ന് മാറുക എന്നുള്ളത്. പക്ഷേ അതിനോട് അടുത്ത് വരുംതോറും അങ്ങനെ ഒരു വൈഷമ്യമില്ലെന്ന് മാത്രമല്ല, ഒരു വൈഷമ്യമുണ്ട്. നമ്മൾ പരിചയിച്ച ആളുകൾ അവരൊന്നും ദിവസം ഇനി കാണുന്നില്ല. ആ ഒരു ജീവിത ശൈലിയിലൊരു മാറ്റം ഉണ്ടാകുന്നതിൻ്റേതായിട്ടുള്ള കൊച്ചു കൊച്ചു സങ്കടങ്ങളുണ്ടാവാം. പക്ഷേ ആത്യന്തികമായി ഞാൻ വളരെ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്ന ഒരു നാളുകളാണ്, അല്ലെങ്കിൽ ഒരു ഘട്ടമാണ് എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകാൻ പോകുന്നത്. എനിക്ക് സ്വതന്ത്രനായി ചിന്തിക്കുവാനും സംസാരിക്കുവാനും എഴുതുവാനും, എനിക്ക് എഴുതാൻ എന്തോ ഒരു കഴിവുണ്ട് എന്ന് ഇതിനോടകം മനസ്സിലായിട്ടുണ്ടെന്ന് പറയുന്ന അഹന്തയല്ല. എനിക്കിനിയും ഏറെ പറയാനുണ്ട്. നമ്മൾ ഈ ജീവിതത്തിൽ വന്നിട്ട് പറയാൻ സാധിക്കുമായിരുന്ന കാര്യങ്ങൾ പറയാതെ പോകാൻ പാടില്ല. അത് ജീവിതത്തിനോട് നമ്മൾ ചെയ്യുന്ന നീതികേടാണ്. അപ്പോൾ ക്രിയേറ്റീവായിട്ടുള്ള മേഖലകളിൽ കുറച്ചുകൂടി സജീവമാകും. സിനിമ മേഖലയിൽ കഴിയുന്നിടത്തോളം നല്ല പാട്ടുകളുടെ രചനയിൽ അവസരമുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ചിത്രരചനയും ഒരു ചെറുതല്ലാത്ത സമയം അപഹരിക്കുക മാത്രമല്ല സന്തോഷപൂർവ്വം അത് ഞാനതിന് കൊടുക്കാൻ ആഗ്രഹിക്കുന്നു. കാരണം അത് മറ്റൊരു ലോകമാണ്, മറ്റൊരു മീഡിയമാണ്. ഈ മേഖലകളിലൊക്കെ പ്രവർത്തിച്ച് തീർക്കാനുള്ള സമയമേ ബാക്കിയുള്ളൂ. വാങ്ങി വച്ചിട്ടുള്ള പുസ്തകങ്ങൾ വായിക്കാൻ നിരവധി. അങ്ങനെ ഒരു പുതിയൊരു ഭാവതലം ഉണ്ടാക്കിയെടുത്തുകൊണ്ട് 60 വർഷക്കാലം ജീവിച്ച അനുഭവത്തിൻ്റെ ഒരു കെട്ടുറപ്പോടുകൂടി ജീവിതാനുഭവങ്ങളെ പുതുതായി വ്യാഖ്യാനിക്കുവാനുള്ളൊരവസരം. അല്ലാതെ എന്നും നമ്മൾ ഉദ്യോഗത്തിൽ ഇങ്ങനെ ഇരുന്ന് 10 തൊട്ട് 8 മണി വരെ ജോലി ചെയ്ത് കളയേണ്ടതല്ല ഇനിയുള്ള ജീവിതം. അതുകൊണ്ട് ഞാൻ ഒരു ബോണസ് പോയിൻ്റ്, എനിക്കൊരു റിവാർഡ് കിട്ടുന്നത് പോലെയാണ് എനിക്കിനി 60 വയസ്സിന് ശേഷമുള്ള ജീവിതം. എന്നിൽ നിന്ന് ദൈവം പ്രതീക്ഷിക്കുന്നത്, വായനക്കാർ പ്രതീക്ഷിക്കുന്നത്, എന്നിലെ ഞാൻ തന്നെ പ്രതീക്ഷിക്കുന്നതൊക്കെ സൃഷ്ടിച്ചെടുക്കാൻ എനിക്ക് സാധിക്കട്ടെ എന്നാണ് എൻ്റെ പ്രതീക്ഷ. സന്തോഷം, അതിന് സാധിക്കും. ഏതായാലും മലയാളത്തിൽ ലാവണ്യത്തിൻ്റെ കൊടിയടയാളം തന്നെ ഉയർത്തി കാണിക്കുന്ന അങ്ങയുടെ സാഹിത്യ ജീവിതത്തിന്, സാംസ്കാരിക യാത്രക്ക് എല്ലാ ഭാവുകങ്ങളും നേരുന്നു. ഉദാരമായ ഈ സമയം തിരക്കിനിടയിലും അനുവദിച്ചതിന് നന്ദി. നമസ്കാരം.